ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മളിതിനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2 കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അരിപ്പൊടി ഉപ്പിട്ടിട്ട് ഇതുപോലെ വാട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞത് ഒരു അരമുറി തേങ്ങ, അതുപോലെ തന്നെ ഒരല്പം ജീരകം, ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അത് ചേർക്കാം, എള്ളോ കരിഞ്ചീരകം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിതാ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞതല്ല, ചതച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് നമ്മൾ വാട്ടി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളത് ചൂടാറിയ ശേഷം ഇതാ നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്യിലൊട്ടാതിരിക്കാൻ നമുക്ക് തുള്ളി വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കട്ടിപ്പത്തിരിയാണ് കേട്ടോ. കട്ടിപ്പത്തിരി അറിയാലോ, പൊരിച്ച പത്തിരി, അതാണ്. അപ്പം ഞാൻ അതിനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ പരത്താനുള്ള കല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് കുഴച്ച് ഒന്ന് പരിവാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് പൊടി വെച്ചിട്ട് ഇതാ കുഴൽ വെച്ച് ഒന്ന് കട്ടിയിൽ, അത്യാവശ്യം കട്ടി വേണേ, പറ്റ കനം കുറയാനും പാടില്ല. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ നമ്മളൊന്ന് പരത്തിയെടുത്ത് നമുക്ക് ഏത് വലിപ്പം വേണമെങ്കിലും എന്തെങ്കിലും ഒരു അളവ് വെച്ച് നമുക്കൊന്നത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് അത്യാവശ്യം വട്ടത്തിൽ തന്നെ പരത്തി അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു നാഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നാഴിയുടെ വക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പരത്തി കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 മാക്സിമം നമുക്ക് അത്ര ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാക്സിമം 4 ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒരേ വലുപ്പത്തിൽ തന്നെ കിട്ടും. അപ്പം നമുക്ക് കടകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ വലുപ്പം, അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇന്ന അരിയെന്നൊന്നും പ്രശ്നമില്ല, നമുക്ക് ഏത് അരി ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ച അരിയാണ് കേട്ടോ. പച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള ആ പൊടിയാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാതും കൂടി ഇങ്ങനെ പരത്തിയെടുത്ത് അച്ചിലിതാ അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരേ വലുപ്പമായി കിട്ടും. അല്ലെങ്കിൽ പിന്നെ അത് പല വലുപ്പം, പല കട്ടി അങ്ങനെയൊക്കെ ആയിട്ട് വരാതിരിക്കാൻ ഇങ്ങനെയാകുമ്പോൾ ഒരേ വലുപ്പത്തിലായി കിട്ടുക. അപ്പോൾ നമുക്കത് ബാക്കിയുള്ളതെല്ലാം കൂടെ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് പൊടിയിട്ട് പരത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ലാസ്റ്റാണ് കേട്ടോ. അതും കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചീൻചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണയാണ് നല്ലത് ടേസ്റ്റിന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഇടാൻ കഴിയാവുന്ന അത്ര നമുക്കിതിലേക്ക് ഇടാം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് മൊരിയുന്നത് വരെ നമുക്കത് ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാനിത് അങ്ങനെ നന്നായിട്ട് മൊരിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് മോൻട്ടം വന്നിട്ട് ആയമ്മോ ചോദിച്ചിട്ടാട്ടോ വന്ന് പോണത്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പരുവത്തിലാട്ടോ, ഈ ഒരു കളറ് കൂടുതൽ കളറാകുന്നത് വരെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, ഇത്ര മതി കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇതങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കടികളൊന്നും ഹോട്ടലിൽ പോയി വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്കിത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുള്ളത് പൊരിച്ച പത്തിരിയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ, ടാറ്റാ, സീ യു.